നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ കായിപ്പുറം കൂപ്ലിക്കാട്ട് ഹോം സ്റ്റേയിലാണ്. കൂപ്ലിക്കാട്ട് ഹോം സ്റ്റേ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഹോം സ്റ്റേ റിസോർട്ടിൻ്റെ അനുഭവം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. കായലിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച്, പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് കുറച്ചുനാൾ ഇവിടെ താമസിക്കാം. ഒരു ഡേ ഔട്ടിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. കായലോരത്ത് തന്നെയുള്ള റിസോർട്ട് മാതൃകയിലുള്ള ഹോം സ്റ്റേ ആണ് ഇവിടെ നടത്തുന്നത്. വളരെ ശാന്തമായി താമസിക്കാനും ഡേ ഔട്ടിനും ഒക്കെ പറ്റിയ ഒരു ഹോം സ്റ്റേ ആണിത്. കോർപ്പറേറ്റ് മീറ്റിംഗ് നടത്താനോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് ഫാമിലി ആയിട്ട് വന്ന് ആസ്വദിക്കാനും ഒക്കെ പറ്റിയ ഒരിടമാണ്. ക്ലാസ്മേറ്റ്സിനൊക്കെ റീയൂണിയൻ നടത്താനും വളരെ മനോഹരമായ ഒരു പ്ലേസാണിത്. കൂപ്ലിക്കാട്ട് ഹോം സ്റ്റേയുടെ ഉടമ ചാക്കോ കൂപ്ലിക്കാട്ട് വലിയ ഒരു കർഷകനാണ്. കൂടാതെ ലോകം ചുറ്റി സഞ്ചരിക്കുന്ന ആൾ കൂടെയാണ്. നമുക്ക് അദ്ദേഹത്തിനെ പരിചയപ്പെടാം. നമസ്കാരം, ഞാൻ ചാക്കോ കൂപ്ലിക്കാട്ട്. വർഷങ്ങളായിട്ട് ഹോം സ്റ്റേ നടത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വർഷങ്ങൾക്ക് മുമ്പ് 1994 ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ സ്വന്തം പ്രോപ്പർട്ടിയിൽ, എൻ്റെ അപ്പനും അമ്മയും എനിക്ക് തന്ന എൻ്റെ സ്വന്തം പ്രോപ്പർട്ടിയിലായിരുന്നു എൻ്റെ ഹോം സ്റ്റേ നടത്തിക്കൊണ്ടിരുന്നത്. വർഷങ്ങളായിട്ട് ഇഷ്ടംപോലെ യൂറോപ്യൻസും അമേരിക്കൻസും ഒക്കെ നോർത്ത് ഇന്ത്യക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇടക്കാലം കൊണ്ട് എനിക്ക് എൻ്റെ പ്രോപ്പർട്ടി വിൽക്കേണ്ടി വന്നു. ഇതിപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്, ഈ വീട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 10 വർഷമായി. ഇതെൻ്റെ ഒരു കസിൻ്റെ വീടാണ്. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരൻ തോമസ് മാത്യു എന്ന് പറയും. ഞങ്ങൾ കൂപ്ലിക്കാടൻ തന്നെ ഞങ്ങളുടെ ഫാമിലി നെയിം. എൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഈ സൈഡിലെല്ലാം ഇഷ്ടംപോലെ റിസോർട്ടുകളൊക്കെ ഉണ്ട്. കുമരകം, ഈ വേമ്പനാട് കായലിൻ്റെ തീരത്താണിത്. കുമരകം എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്കറിയാം, വളരെ എക്സ്പെൻസീവായ ഹോട്ടലാണ്. ഈ കരയിലും ഉണ്ട് ഒത്തിരി ഹോട്ടൽ. അതെല്ലാം വളരെ എക്സ്പെൻസീവാണ്. സാധാരണക്കാർക്ക് വേണ്ടി, സാധാരണക്കാരായ മനുഷ്യർക്കും ഇവിടെ വന്ന് താമസിച്ച് എൻജോയ് ചെയ്ത് പോവുക, അതാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഏറ്റവും കുറച്ച് പൈസ കൊണ്ട് കൂടുതൽ സ്ഥലം കാണുക, അത് തന്നെയാണ് എൻ്റെ പ്രിൻസിപ്പിൾ. ഞാനൊരു യാത്രാപ്രേമിയാണ്. ഏകദേശം 24 രാജ്യങ്ങളോളം ഞാനും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത മെയ് 10 ഞാൻ ജപ്പാന് പോവുകയാണ്. പിന്നെ അത് കൂടാതെ ഞാനൊരു കർഷകനും കൂടിയാണ്. വാഴ കൃഷി ചെയ്ത് വാഴയില വിൽക്കുന്ന ഒരു കർഷകനും കൂടിയാണ്. അപ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ സാധാരണക്കാർക്കായി വന്ന് താമസിക്കാനൊരു സ്ഥലം, അവർക്ക് എൻജോയ് ചെയ്യുക, അവർക്ക് നല്ല കായലിൽ നിന്ന് കിട്ടുന്ന ശുദ്ധമായ മത്സ്യം അത് തയ്യാറാക്കി കൊടുക്കുന്ന ആൾ എനിക്കിവിടെ ഉണ്ട്. അതായത് ഹോംലി ഫുഡ് കൊടുക്കുക, ഹോംലി സർവീസ്, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ സാധാരണക്കാർക്ക് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കൂപ്ലിക്കാട്ട് ഹോം സ്റ്റേ. ഏകദേശം കുമരകം കവണാറ്റിങ്കര എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് കരയാണ്. ഇവിടുന്ന് 1 കിലോമീറ്ററേ ഉള്ളൂ പാതിരാമണൽ ഐലൻഡിലേക്ക് പോകാൻ. ഞങ്ങൾക്കിവിടെ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഷിക്കാര ബോട്ട് വരും, സ്പീഡ് ബോട്ട് വരും. അതുകൂടാതെ കയാക്കിംഗ് ബോട്ടുണ്ട്, പിന്നെ ഹൗസ് ബോട്ട് വിളിച്ചാൽ വരും. പിന്നെ ഇവിടുന്ന് 13 കിലോമീറ്റർ പോയാൽ മാരാരി ബീച്ചാണ്. അങ്ങനെ അത് പോകാനായിട്ട് സൈക്കിളുണ്ട് ഇവിടെ, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ അറേഞ്ച് കൊടുക്കും. അങ്ങനെ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറിൽ താമസിച്ചുകൊണ്ട് ഒരു വില്ലേജ് എക്സ്പീരിയൻസ് എന്താണെന്ന് കാണിച്ചു കൊടുക്കുക, അല്ലെ പറഞ്ഞു കൊടുക്കുക, അല്ലെ അനുഭവിക്കുക, അതിനുള്ളൊരു അവസരമാണ് കൂപ്ലിക്കാട്ട് ഹോം സ്റ്റേ ഇവിടെ ചെയ്യുന്നത്. വർഷങ്ങളായിട്ട് ഞാനിവിടെ മസാജ് സെൻറ്റർ നടത്തുന്ന ഒരു വ്യക്തിയാണ്. എനിക്കിഷ്ടംപോലെ മസാജ് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ ഗസ്റ്റിനെ കിട്ടുമായിരുന്നു. പക്ഷേ ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ളത്, നമ്മൾ തായ്ലൻഡിലൊക്കെ ഉള്ളതുപോലെ മുട്ടിന് താഴോട്ടുള്ള ഓപ്പൺ ഏരിയയിൽ മുട്ടിന് താഴെ മസാജ് ചെയ്യാനുള്ള ഒരു സന്ദർഭം എല്ലാ റിസോർട്ടുകളിലും കൊടുക്കുകയാണെങ്കിൽ വളരെയധികം ടൂറിസ്റ്റുകൾ വന്ന് ഒരു ഹാഫ് ആൻ അവർ എൻജോയ് ചെയ്ത് പോകും. മുട്ടിന് താഴെ എല്ലാവർക്കും മസിൽ പെയിനും ജോയിൻറ്റ് പെയിനൊക്കെയാണ്. അപ്പോൾ അതൊരു ഒത്തിരി ജോലി സാധ്യതയുള്ള ഒരു ഫീൽഡായിട്ട് എനിക്ക് തോന്നുന്നത്. ഒത്തിരി ടൂറിസ്റ്റുകൾക്ക് അത് അനുഗ്രഹമായിരിക്കും. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് ഒരു ഓപ്പൺ മൈൻഡോട് കൂടി ഒരു നല്ലൊരു ഇതിലേക്ക് തുടങ്ങിയാൽ നല്ലതായിരിക്കുന്നു എൻ്റെ ഒരു അഭിപ്രായം. ധാരാളം ആൾക്കാർ ഇവിടെ വന്നു പോകുന്നു. എല്ലാവർക്കും ഇങ്ങോട്ട് സ്വാഗതം. കൂപ്ലിക്കാട്ട് ഹോം സ്റ്റേയുടെ വാതിക്കൽ തന്നെ കായലാണ്. കായലിന് അഭിമുഖമായിട്ടാണ് ഈ ഹോം സ്റ്റേ ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായ ഒരു ആംബിയൻസ്, ഒരു പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിക്കാനായിട്ട് ഇവിടെ നിന്ന് നമുക്ക് സാധിക്കും. മുൻവശത്ത് തന്നെ ഒരു ചീന വലയുടെ സെറ്റുണ്ട്. ചീന വലയിൽ നിന്നും എങ്ങനെയാണ് മീൻ പിടിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. കരിമീനും അതുപോലെ തന്നെ ആറ്റുവാളയും മറ്റ് മീനുകളൊക്കെ ഇതിനകത്ത് പിടിക്കും ഇവർ. അതൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാതിരാമണൽ ദ്വീപ് കാണാം. 1 കിലോമീറ്റർ മാത്രമാണ് കായലിൽ നിന്നും ദൂരമുള്ളത്. അവിടെ എത്താനുള്ള വള്ളവും ബോട്ട് സൗകര്യമൊക്കെ ഉണ്ട്. ഹൗസ് ബോട്ടും പ്രത്യേക സൗകര്യമുണ്ട്. എന്താണോ നിങ്ങളുടെ പോക്കറ്റിന് ഇണങ്ങിയത് അതേപോലെയുള്ള സംവിധാനം ഇവിടെയുണ്ട്. ശിക്കാരി വള്ളമുണ്ട്. ശിക്കാരി വള്ളത്തിനാകുമ്പോൾ വളരെ ചാർജ് കുറവാണ്. മനോഹരമായ ആ പാതിരാമണൽ ദ്വീപൊക്കെ ചുറ്റിക്കറങ്ങി നമുക്ക് ഇവിടെ തിരിച്ചു വരാം. ഇവിടെ നിന്ന് നോക്കിയാൽ കുമരകം കവണാറ്റിൻകര പക്ഷി സങ്കേതം നമുക്ക് കാണാം.
അവിടെ പോകാനാണ് ആഗ്രഹമെങ്കിൽ ഇവിടുന്ന് തന്നെ നമുക്ക് ബോട്ടോ വള്ളത്തിലോ അവിടെ എത്തിച്ചേരാവുന്നതേ ഉള്ളൂ. കൂപ്ലിക്കാട്ട് ഹോം സ്റ്റേയുടെ തന്നെ ബോട്ട് ജെട്ടിയാണ്. ബോട്ടുകളും വള്ളങ്ങളും സ്പീഡ് ലോഞ്ചൊക്കെ എടുക്കാനായിട്ടുള്ള പ്രൈവറ്റ് ബോട്ട് ജെട്ടിയാണ്. ഇവിടെ നിന്നാണ് ഗസ്റ്റുകൾക്ക് ബോട്ടിലൊക്കെ പോകാനുള്ള സൗകര്യം ഉണ്ടാവുക. മീൻകുളം വളരെ മനോഹരമായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. 4 വശവും ഗ്രില്ലൊക്കെ വെച്ച് അതിനെ മനോഹരമാക്കിയിട്ടുണ്ട്. മീൻ കൊക്കുകളൊക്കെ കൊണ്ടുപോകാതിരിക്കാനായിട്ട് മുകളിൽ കൂടി നെറ്റ് വിരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് മുഴുവൻ കരിമീനും കാരിയും വരാലുമൊക്കെയാണ്. നാട്ടിലെ നാടൻ മത്സ്യങ്ങളൊക്കെ ഇവിടെ വളർത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും ചൂണ്ടയിട്ട് പിടിക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. ചൂണ്ടയിടൽ വിനോദമൊക്കെ ഇവിടെ നിന്ന് ചെയ്യാനായിട്ട് സാധിക്കും. ചൂണ്ടയിട്ട് പിടിച്ച ആ മീൻ ഇവിടെ കുക്കുണ്ട്. കുക്കിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് വൃത്തിയാക്കി നമുക്ക് കറി വെച്ചോ വറുത്തൊക്കെ തരും അവർ. എന്ത് മനോഹരമാണ് ഇവിടുത്തെ അന്തരീക്ഷം. കിളികളുടെ ചിലപ്പും അതുപോലെ തന്നെ നല്ല വേമ്പനാട്ട് കായലിൻ്റെ കാറ്റ്. എന്ത് മനോഹരമാണെന്നറിയാമോ ഈ പ്ലേസ്. ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വന്ന് ഇവിടെ താമസിക്കുവാണെങ്കിൽ ക്യാമ്പ് ഫയറിനും ബാർബിക്യൂവിനും ഒക്കെ ഉള്ള സംവിധാനം ഇവിടെ ഉണ്ട്. ഇവിടെ ചെറുവള്ളം തൊട്ട് ശിക്കാരി വള്ളം, ഹൗസ് ബോട്ടുകൾ, സ്പീഡ് ലോഞ്ച് ബോട്ടുകൾ എല്ലാം അവൈലബിൾ ആണ്. ഇതാ ഇപ്പോൾ അവിടെ നിന്ന് ഒരു ഹൗസ് ബോട്ട് വരുന്നത് കാണാം നമുക്ക്. അതിന് തൊട്ടപ്പുറത്താണ് ആ കാണുന്നതാണ് പാതിരാമണൽ ദ്വീപ്. വളരെ അടുത്താണ്. ഇവിടെ നിന്നും 1 കിലോമീറ്റർ മാത്രമാണ് പാതിരാമണൽ ദ്വീപിനുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ വള്ളത്തിലോ ശിക്കാരി വള്ളത്തിലോ ഹൗസ് ബോട്ടിലോ അല്ലെങ്കിൽ സ്പീഡ് ലോഞ്ച് ബോട്ടിൽ എളുപ്പം എത്തണമെങ്കിൽ അതിന് സാധിക്കും. സ്പീഡ് ലോഞ്ച് ബോട്ടിലുള്ള ഡ്രിഫ്റ്റിംഗ് ഒക്കെ ഇവിടെ സാധ്യമാണ്. ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള റൈഡൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് സ്പീഡ് ലോഞ്ചിലുള്ള ഡ്രിഫ്റ്റിംഗ് ഇവിടെ സാധ്യമാണ്. ഇവിടെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയമാണ്. ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ ഒരു സ്റ്റേജ് സജ്ജീകരിച്ചിട്ടുണ്ട്. ചെറിയ പരിപാടിയൊക്കെ നടത്താനായിട്ട് സാധിക്കും. DJ പാർട്ടിയോ അതേപോലെ ഓപ്പൺ ആയിട്ടുള്ള പരിപാടികളൊക്കെ നടത്താനായിട്ട് ഈ സ്റ്റേജ് ഓപ്പൺ ഓഡിറ്റോറിയം നന്നായിരിക്കും. ഒരു ഫംഗ്ഷനൊക്കെ നടത്താനായിട്ട് പറ്റിയ ഒരു സ്റ്റേജാണിത്. ഒരു ആദ്യ കുർബാനയോ അല്ലെങ്കിൽ ഒരു കല്യാണ റിസപ്ഷനോ അതുമല്ലെങ്കിൽ പിറന്നാൾ ആഘോഷമോ എന്തും ആയിക്കോട്ടെ, എല്ലാത്തിനും പറ്റിയ ഒരു സൗകര്യം ഇവിടെ തന്നെയുണ്ട്. കൂടാതെ പന്തൽ എക്സ്ട്രാ ഇവിടെ പന്തലൊക്കെ ആവശ്യമാണെങ്കിൽ പന്തലൊക്കെ ഇട്ട് അവർ തരും. വളരെ മനോഹരമായ ഒരു സ്ഥലം എന്ന് തന്നെ പറയാം. ശാന്തസുന്ദരമായ ഒരു സ്ഥലം. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അതിവിശാലമായ കാർ പാർക്കിംഗ് ആണ്. എത്ര വാഹനങ്ങൾ വന്നു കഴിഞ്ഞാലും ഉൾക്കൊള്ളാനുള്ള ശേഷി ഇത് കോമ്പൗണ്ടിനുണ്ട്. കൂടാതെ പുറത്തുനിന്ന് വേണമെങ്കിൽ നമുക്ക് ഭക്ഷണം വരുത്തി കഴിക്കാവുന്നതാണ്. ചില ഹോം സ്റ്റേകളിലും റിസോർട്ടുകളിലൊന്നും അത് അനുവദിക്കത്തില്ല. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് പുറത്തുനിന്ന് വേണമെങ്കിൽ ഭക്ഷണം കൊണ്ടുവരാം. അഥവാ ഇവിടെ നിന്നും ഭക്ഷണം ആവശ്യമാണെങ്കിൽ അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കുക്കുണ്ട്. നല്ല കേരള തനിമയുള്ള വിഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി തരുന്നതാണ്. കയറി വരുമ്പോഴേ ഇവിടെ ഒരു സിറ്റ് ഔട്ടാണ്. വിശാലമായ ഒരു സിറ്റ് ഔട്ടാണ്. ഒരുപാട് പേർക്ക് ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരുന്നാൽ കായലിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കാം. എന്ത് രസമാണ്. ഇളം കാറ്റിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ എത്ര ദിവസം താമസിച്ചാലും മടുക്കില്ല കേട്ടോ. സിറ്റ് ഔട്ടിൽ നിന്നും ഉള്ളിലേക്ക് കയറുന്നത് ലിവിംഗ് റൂമിലേക്കാണ്. വളരെ മനോഹരമായ ഒരു ലിവിംഗ് റൂമാണ്. കേരളത്തിൻ്റെ ട്രഡീഷണൽ രീതിയിലാണ് ഇത് പണിതിരിക്കുന്നത്. മച്ചൊക്കെയുള്ള ഒരു ഹോം സ്റ്റേ. അതുകൊണ്ട് തന്നെ നല്ല കൂളിംഗ് ആണ്. ഫാൻ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, AC ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല കൂളിംഗ് ആണ്. മനോഹരമായ ഒരു ബെഡ്റൂമാണ്. രാവിലെ ഉണർന്നെഴുന്നേറ്റ് കർട്ടൻ മാറ്റുമ്പോൾ തന്നെ സൂര്യോദയം കാണാനായിട്ട് സാധിക്കും. എന്ത് മനോഹരമാണ്. ബെഡിലിരുന്നുകൊണ്ട് തന്നെ സൂര്യോദയമൊക്കെ ആസ്വദിക്കാനായിട്ടുള്ള അവസരം മറ്റെവിടെയാണ് നമുക്ക് കിട്ടുക. ഇത് കിച്ചണാണ്. വളരെ സുന്ദരമായ ഒരു കിച്ചൺ തന്നെയാണ്. തടിയിലാണ് കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത്. എല്ലാ സെറ്റിങ്സോടും കൂടിയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഒരു ബെഡ്റൂമാണ്. നമ്മൾ അപ്പുറത്ത് കണ്ട പോലെ തന്നെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെയുമുണ്ട്. ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മച്ചാണ്. കേരളത്തിൻ്റെ തനതായ ശൈലിയിലുള്ള നിർമ്മിതിയാണ് ഈ ഹോം സ്റ്റേക്കുള്ളത്. അതുകൊണ്ട് തന്നെ
ചൂടൊട്ടും അനുഭവപ്പെടുന്നില്ല. കൂപ്പിളിക്കാട്ട് ഹോം സ്റ്റേയോട് വിട പറയാൻ സമയമായിരിക്കുകയാണ്. മറ്റൊരു വിശേഷവുമായി പുതിയ വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.